എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാം വരുന്നത് എപ്പോഴാണ്? ഓഗസ്റ്റ് 23-നാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഓക്കെ, അപ്പം ഹരിശ്രീയിൽ വന്നിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വായിച്ചിട്ട് പോവാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, നോം ചോംസ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ ഭാഷാവികാസം തീവ്രമായി നടക്കുന്നത് ഏത് പ്രായഘട്ടത്തിലാണ്? 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. അപ്പം നോം ചോംസ്കിൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളിൽ ഭാഷാവികാസം തീവ്രമായിട്ട് നടക്കുന്ന ഒരു ഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ്. ഇനി ഭാഷാപ്രയോഗത്തിലെ തെറ്റുകൾ അടിക്കടി തിരുത്താൻ കർശന നിർദ്ദേശം നൽകിയാൽ ഉണ്ടാവാൻ പോകുന്നത് എന്താണ്? തുടർന്നുള്ള പ്രയോഗങ്ങൾക്കുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുമ്പം തെറ്റുകൾ ഇങ്ങനെ അടിക്കടി തിരുത്താൻ കർശന നിർദ്ദേശം നൽകുന്ന സമയത്ത്. ഓക്കെ, അടുത്ത ചോദ്യം, വസ്ത്രം മുഷിയുന്നത് ചൂണ്ടിക്കാട്ടി കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം നിഷേധിക്കുന്ന അമ്മ അവരോട്, അതായത് അമ്മമാരോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? അപ്പോൾ കുട്ടികൾ കളിക്കാൻ പോകുമ്പം വേണ്ട, പിന്നെ കറയാവും, കറ നല്ലതാണല്ലേ, അപ്പം അങ്ങനെ ആവും എന്ന് പറഞ്ഞിട്ട് അവരതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ അമ്മമാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതിൻ്റെ ആൻസർ, ചാലക വികാസത്തിന് കുട്ടികൾ കളികളിൽ ഏർപ്പെടുന്നത് ഗുണകരമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം അല്ലേ. അടുത്തത്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് 2005 നിലവിൽ വന്ന നിയമം ഏതാണ്? അതേതാണ്? ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കുന്ന നിയമമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് 2005 നിലവിൽ വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, ജൂൺ 12 കുട്ടികളുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ തലത്തിൽ ആചരിക്കപ്പെടുന്ന ഒരു ദിനമാണ്. ഏതാണ് ആ ദിനം? ജൂൺ 12 പ്രത്യേകത എന്താണ്? അന്തർദേശീയ ബാലവേല വിരുദ്ധ ദിനം ആണ് കേട്ടോ. ജൂൺ 12 കുട്ടികളുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ തലത്തിൽ ആചരിക്കപ്പെടുന്ന ഒരു ദിനമാണ് ഇത്, അന്തർദേശീയ ബാലവേല വിരുദ്ധ ദിനം. എപ്പോഴാണ്? ജൂൺ 12. ഓക്കെ, അടുത്ത ചോദ്യം, ജവഹർ നവോദയ വിദ്യാലയം ഏത് വിഭാഗം കുട്ടികളുടെ വിദ്യാഭ്യാസം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാലയ സംഘാതത്തിന്റെ പേരാണ്? അപ്പം നവോദയ വിദ്യാലയത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. അത് ഏത് വിഭാഗം കുട്ടികളെയാണ് ഊന്നൽ നൽകുന്നത്? ഗ്രാമീണ മേഖലയിലെയും പിന്നാക്ക വിഭാഗങ്ങളിലെയും കുട്ടികളുടെ മികച്ച വിദ്യാഭ്യാസം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഏത്? ഈ ജവഹർ നവോദയ വിദ്യാലയം. ഓക്കെ, അടുത്ത ചോദ്യം, കുട്ടികൾ പര്യാപ്തമായ അളവിൽ പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കണമെന്ന് നഴ്സറി കുട്ടികളുടെ അമ്മമാരോട് പറയുമ്പോൾ പ്രധാനമായി പറയുന്ന കാരണം എന്തായിരിക്കും? അത് ഇവിടെയാണ് കേട്ടോ ആൻസർ ഉള്ളത്. കുട്ടികളിലും മറ്റു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ കുട്ടികൾക്ക് ഉന്മേഷം കുറയരുത്. ഓക്കെ, അടുത്ത ചോദ്യം, ആവശ്യങ്ങളുടെ ശ്രേണിയിൽ പ്രഥമ സ്ഥാനം ഏത് തരം ആവശ്യങ്ങൾക്കാണ്? അത് ഫിസിക്കൽ നീഡാണ്. അപ്പം നമ്മൾ ആവശ്യങ്ങളുടെ ശ്രേണി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ, അതിൽ ഏറ്റവും പ്രഥമ സ്ഥാനം ഏതിനാണ്? ശാരീരിക ആവശ്യങ്ങൾക്കാണ്. അടുത്തത്, പോഷക സമൃദ്ധമായ ആഹാരത്തിൻ്റെ പ്രധാന പ്രയോജനങ്ങൾ ഏതൊക്കെ? അത് രോഗപ്രതിരോധ ശേഷി, ശരീര വളർച്ച, ഇതൊക്കെ നേടാൻ വേണ്ടിയിട്ടാണ് പോഷക സമൃദ്ധമായ ആഹാരം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, സ്പിയർമാൻ അവതരിപ്പിച്ച ബുദ്ധി സിദ്ധാന്തത്തിലെ 2 ഘടകങ്ങളുടെ പൊതുവായ പേരെന്ത്? അപ്പോൾ ചാൾസ് സ്പിയർമാനിൻ്റെ ദ്വിഘടക ബുദ്ധിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. ഏതൊക്കെയാണത്? സാമാന്യ ഘടകവും പിന്നെ പൊതുവായിട്ടുള്ള ഘടകം, അതായത് സവിശേഷ ഘടകം, അതാണ് G ഫാക്ടറും S ഫാക്ടറും. ഓക്കെ, അപ്പോൾ സ്പിയർമാൻ അവതരിപ്പിച്ച ബുദ്ധി സിദ്ധാന്തത്തിലെ 2 പൊതുവായ ഘടകങ്ങളാണ് സാമാന്യ ഘടകവും സവിശേഷ ഘടകവും. ഓക്കെ, അങ്കണവാടിയിൽ പോഷകാഹാര വിതരണത്തിന് പുറമെ വിനോദവും വിശ്രമവും ദിനചര്യയുടെ ഭാഗമാണ്. ഓക്കെ, ഇത് ഏത് ലക്ഷ്യത്തോടെയാണ്? ശാരീരിക വികാസത്തിൻ്റെ പോഷണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ശാരീരിക വികാസത്തിൻ്റെ പോഷണത്തിന് വേണ്ടിയിട്ടാണ്. അടുത്ത ചോദ്യം, 1881 മനഃശാസ്ത്ര രംഗത്ത് ശ്രദ്ധേയമായ ഒരു കാര്യം നടന്നു. അത് ഏതാണ്? 1881 ലോകത്ത് ആദ്യമായി മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചു. പക്ഷേ ഞാൻ പഠിച്ചത് 1879 ജർമ്മനിയിൽ
വില്യം വൂണ്ടാണ് ആദ്യമായിട്ട് മനഃശാസ്ത്രശാല പരീക്ഷണശാല സ്ഥാപിച്ചത് എന്നാണ് ലേപ്സിഗിലെ. 1881 എന്ന് ഞാനിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം, ആൽഫ്രഡ് ബിനെ ബുദ്ധി പഠനത്തിൻ്റെ ഭാഗമായി നൽകിയ സംഭാവന എന്താണ്? ആൽഫ്രഡ് ബിനെ ബുദ്ധി പഠനത്തിൻ്റെ ഭാഗമായി നൽകിയ സംഭാവന ബുദ്ധിമാപന പരീക്ഷയാണ്. അപ്പോൾ ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ആൽഫ്രഡ് ബിനെയാണ് അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം, പൊതുവെ സ്വീകരിച്ച കണക്കനുസരിച്ച് കുഞ്ഞിൻ്റെ ജനന സമയത്തെ ശരാശരി ഭാരം എത്രയാണ്? 3.2 കിലോഗ്രാമാണ്. ഓക്കെ, മനുഷ്യ ശിശുവിൻ്റെ വളർച്ച ആരംഭിക്കുന്നത് ഏത് ഘട്ടം മുതലാണ്? അത് സൈഗോട്ട് രൂപം കൊള്ളുന്നത് മുതൽ മനുഷ്യ ശിശുവിൻ്റെ വളർച്ച ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, മാനസിക അപഗ്രഥനത്തിൽ സൂപ്പർ ഈഗോ എന്ന സങ്കല്പം അവതരിപ്പിച്ചത് ആരാണ്? അത് നമുക്കറിയാലോ. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ ഒക്കെ ആരാ പറഞ്ഞിട്ടുള്ളത്? എവിടെ ആൻസർ? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അല്ലേ. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ, അതൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ. നമ്മുടെ സുഖേച്ഛയ്ക്ക് അനുസരിച്ചിട്ടുള്ളതാണ് ഇത്. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നിയന്ത്രിക്കുന്നതാണ് ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ അതിൽ ഉയർന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, തൻ്റെ പരാജയം പൊതുവെ എല്ലാവരുടേതുമാണ് എന്ന് പറയുന്ന ഒരാൾ സ്വീകരിക്കുന്ന പ്രതിരോധ തന്ത്രം ഏതാണ്? തൻ്റെ പരാജയം പൊതുവെ എല്ലാവരുടേതുമാണ്. ഓക്കെ, അപ്പോൾ ശ്രമപരാജയമല്ല, നമ്മൾ സമായോജന ക്രിയാതന്ത്രങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അതിലേതാണ് ആൻസർ വരുന്നത്? യുക്തിസഹമാക്കൽ അഥവാ റാഷണലൈസേഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം, പല നിറങ്ങൾ വേർതിരിച്ചറിയാൻ കുട്ടി ശേഷി നേടുന്നത് പൊതുവെ ഏത് പ്രായത്തിലാണ്? പല നിറങ്ങൾ വേർതിരിച്ചറിയാൻ കുട്ടി ശേഷി നേടുന്നത് ഏകദേശം 3-4 വയസ്സൊക്കെ ആകുമ്പോഴാണ്. അടുത്തത്, ഊർജ്ജദായകമായ ആഹാര ഘടകം കാർബോഹൈഡ്രേറ്റ് ആണ്. അടുത്ത ചോദ്യം, കുട്ടികളുടെ ക്ഷേമത്തിനായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പദ്ധതി ഇന്ത്യയിലാണ്. ഏതാണ് പദ്ധതി? കുട്ടികളുടെ ക്ഷേമത്തിനായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതി ഏതാണ്? അത് ICDS ആണ്. എന്താണ് ICDS? ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, അതാണ് കുട്ടികളുടെ ക്ഷേമത്തിനായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്ന പദ്ധതി. അത് എവിടെയാണ്? ഇന്ത്യയിലാണ് അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം, ICDS ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? അത് 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ICDS ആരംഭിച്ചത്. അടുത്തത്, BCGക്കുള്ള വാക്സിൻ ഏത് പ്രായത്തിലാണ് കുട്ടികൾക്ക് നൽകേണ്ടത്? BCG 6 ആഴ്ച മുതൽ 9 മാസം വരെയുള്ള കാലയളവിലാണ് BCG കുട്ടികൾക്ക് നൽകേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്തത്, ഭാഷാ പഠനശേഷിയുമായി ബന്ധപ്പെട്ട നോം ചോംസ്കിയുടെ പ്രസിദ്ധമായ സിദ്ധാന്തം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് സർവഭാഷാ വ്യാകരണമാണ്. അതായത് യൂണിവേഴ്സൽ ഗ്രാമർ തിയറി ആരുമായി ബന്ധപ്പെട്ടതാണ്? നോം ചോംസ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, നവജാത ശിശുക്കളിലെ കോശങ്ങളുടെ ശരാശരി എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അത് 30 ദശലക്ഷമാണ്. നവജാത ശിശുക്കളിലെ കോശങ്ങളുടെ ശരാശരി എണ്ണം 30 ലക്ഷം. അടുത്തത്, കൊഞ്ഞിപ്പിനെ എന്തായി കണക്കാക്കാം? കൊഞ്ഞി പറയുന്നില്ലേ, അതിനെ നമുക്ക് ഭാഷണ വൈകല്യമായിട്ട് കണക്കാക്കാവുന്നതാണ്, കൊഞ്ഞിപ്പ്. ഓക്കെ, അടുത്തത്, 3 വയസ്സിൽ കുട്ടി പൊതുവെ നേടുന്ന ഒരു ശേഷി എന്താണ്? 3 വയസ്സിൽ കുട്ടി പൊതുവെ നേടുന്നത് കാലുകൾ മാറ്റി മാറ്റി വെച്ച് മുകളിലേക്ക് കയറുക. ഓക്കെ, 3 വയസ്സിൽ കുട്ടി പൊതുവെ നേടുന്ന ഒരു ശേഷിയാണ് കേട്ടോ. അടുത്തത്, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി പ്രാദേശികമായി സ്ഥാപിക്കപ്പെട്ട കേന്ദ്രങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ബഡ്സ് സ്കൂൾ കഴിഞ്ഞ ഇതിലും നമ്മൾ പറയണ്ടായി അല്ലേ, ബഡ്സ് സ്കൂളിനെ പറ്റി. അടുത്തത്, മൈക്രോ ബാക്ടീരിയം ലെപ്രെ ഏത് രോഗത്തിന് കാരണമാകുന്നു? അപ്പോൾ അത് ലെപ്രെ എന്നുള്ളതിൽ തന്നെ ഉണ്ട്. ഏതാണ് മൈക്രോ ബാക്ടീരിയം ലെപ്രെ? കുഷ്ഠരോഗമാണ്. ലെപ്രസി നമ്മൾ പഠിക്കുന്നില്ല, കുഷ്ഠരോഗത്തിനാണ് കാരണമാകുന്നത് മൈക്രോ ബാക്ടീരിയം ലെപ്രെ. അപ്പോൾ അതൊരു കുഷ്ഠരോഗം ഒരു ബാക്ടീരിയ രോഗമാണ്. അടുത്ത ചോദ്യം, അവിവാഹിതരായ അമ്മമാരുടെ ക്ഷേമം മുൻനിർത്തിയുള്ള പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹസ്പർശമാണ്. സ്നേഹസ്പർശം.
ശ്രദ്ധിക്കുക, അവിവാഹിതരായ അമ്മമാരുടെ ക്ഷേമം മുൻനിർത്തിയുള്ള പദ്ധതിയാണ് കേട്ടോ. അടുത്തത് ലൈംഗിക ചൂഷണത്തിന് വിധേയമായവർക്ക് വേണ്ടിയുള്ള പദ്ധതിയുടെ പേര്. ലൈംഗിക ചൂഷണത്തിന് വിധേയരായവർക്കുള്ള വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഉജ്ജ്വല എന്ന് പറയുന്നത്, ഉജ്ജ്വല. അടുത്തത് സ്ത്രീകളുടെ മുന്നേറ്റത്തെ ഉദ്ദേശിച്ച് സംസ്ഥാനത്ത് 1998 ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് കുടുംബശ്രീയാണ് കേട്ടോ, കുടുംബശ്രീ 1998. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികളെ കുറിച്ച് മനസ്സിലാക്കാനായി നിങ്ങൾ നടത്തുന്ന വിവരശേഖരണത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തുന്ന ഇനം എന്താകും? എന്താണ് ആൻസർ വരുന്നത്? കുട്ടിയുടെ അച്ഛനമ്മമാർ തമ്മിൽ പുലർത്തുന്ന ബന്ധത്തിൻ്റെ നിലവാരം, അവരും സഹോദരങ്ങളും കൂട്ടുകാരും തമ്മിൽ പുലർത്തുന്ന ബന്ധം. എന്തായിരുന്നു ചോദ്യം? കുട്ടികളെ മനസ്സിലാക്കാനായി നിങ്ങൾ നടത്തുന്ന വിവരശേഖരണത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തുന്ന ഇനം എന്താകും എന്നുള്ളതിലാണ് ഇത് വന്നിരിക്കുന്നത്. കുട്ടികളുടെ അച്ഛനമ്മമാർ തമ്മിൽ പുലർത്തുന്ന ബന്ധത്തിൻ്റെ നിലവാരം, പിന്നെ അവരും സഹോദരങ്ങളും കൂട്ടുകാരും തമ്മിൽ പുലർത്തുന്ന ബന്ധം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികൾക്ക് നൽകേണ്ട ആഹാരത്തെക്കുറിച്ച് അമ്മമാരോട് സംസാരിക്കുമ്പോൾ പ്രധാന കാര്യം എന്താകണം? വിവിധ തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ചേർന്ന സമീകൃത ആഹാരം കേട്ടോ, അതാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1-2 ദിവസം സംഘമായി കുട്ടികളിൽ ഏർപ്പെട്ടതിന് ശേഷം ഒരു കുട്ടി പിന്മാറുന്നു. കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്താകാം? 1-2 ദിവസം സംഘമായി കളികളിൽ ഏർപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഒരു കുട്ടി പിന്മാറുന്നു. അതിൻ്റെ കാരണങ്ങളിൽ എന്തായിരിക്കും? മറ്റു കുട്ടികൾ വേണ്ടത്ര പരിഗണിക്കാത്തതായിരിക്കും ആ കുട്ടി അങ്ങനെ പിന്മാറി നിൽക്കാനുള്ള കാരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ നിങ്ങളുടെ അങ്കണവാടിയിൽ ഉണ്ടെങ്കിൽ അവർക്കായി നിങ്ങൾക്ക് നൽകാവുന്ന പ്രത്യേക പരിഗണന എന്തായിരിക്കും? അപ്പോൾ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആവശ്യമായ പിന്തുണ നൽകി ആത്മവിശ്വാസം വളർത്തി കൂടുതൽ പങ്കാളിത്തം നൽകുക. അല്ലെ, അവരെ മാറ്റി നിർത്താൻ പാടില്ല, നമ്മൾ അവരെയും കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട കോൺഫിഡൻസ് കൊടുക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ളവരുടെ സൗജന്യ ചികിത്സ നടപ്പാക്കാനുള്ള പദ്ധതിയുടെ പേരെന്താണ്? മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ളവരുടെ സൗജന്യ ചികിത്സ ഏതാണത്? അത് താലോലം പദ്ധതിയാണ്. അടുത്തത്, ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഏതാ? അത് നമുക്കറിയാം, ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുകാണ്. ഏത് കൊതുകാണ്? ഈഡീസ് ഈജിപ്തി ആണ് അല്ലേ. അടുത്തത്, കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അറിയുന്നതാണല്ലോ, ജോസഫ് മുണ്ടശ്ശേരിയാണ്. അടുത്ത ചോദ്യം, ഒരു പകർച്ചവ്യാധിയുടെ പ്രഭവ കേന്ദ്രമായി 1960കളിൽ ഇന്ത്യ കണക്കാക്കപ്പെട്ടു. ഏതാണ് ആ രോഗം? അത് വസൂരി ആയിരുന്നു അല്ലേ. 1960കളിൽ ഒരു പകർച്ചവ്യാധി ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ, പിന്നെ അതിനെ നമ്മൾ തുരത്തി. അതേതാണ്? വസൂരിയാണ്. ഓക്കെ, അടുത്തത്, പാരമ്പര്യേതര ഊർജ്ജരേഖയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസി ഏതാണ്? അത് അനർട്ടാണ്. പാരമ്പര്യേതര ഊർജ്ജരേഖയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് അനർട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് സംരംഭക ശേഷി നൽകാൻ ഉദ്ദേശിച്ചുള്ള പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് PM ധനലക്ഷ്മി യോജനയാണ്, PM ധനലക്ഷ്മി യോജന. അടുത്തത്, നഴ്സറി പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്ക് ഏകാഗ്രത കിട്ടാൻ കൂടുതൽ സഹായകമാകുന്ന രീതി ഏതാണ്? എല്ലാവർക്കും സമാന സ്വഭാവമുള്ള പ്രവർത്തനം നൽകുക എന്നുള്ളതാണ് കുട്ടികൾക്ക് ഏകാഗ്രത കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താരാബായ് മോദക് എന്ന സ്ത്രീ ഏത് മേഖലയിലെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചരിത്രത്തിൽ ഇടം നേടിയത്? ആരാണ് താരാബായ് മോദക്? ഏതിലാണ്? ശിശു പരിപാലനത്തിലാണ് ഈ ഒരു വ്യക്തി താരാബായ് മോദക് എന്ന സ്ത്രീ എന്താണ് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളത്, ശിശു പരിപാലനം. നെക്സ്റ്റ്, പട്ടികവർഗ വികസന പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയേണ്ടായി. പട്ടികവർഗ വികസന പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നഴ്സറി കുട്ടികളിൽ നിരീക്ഷണ ശേഷി വളർത്താൻ സഹായകമായ പ്രവർത്തനം ഏത്? അതെന്താണ്? അപകട സാധ്യത ഒഴിവാക്കി
പുറത്ത് സഞ്ചരിക്കാൻ അവസരം നൽകുന്നു. അവരുടെ നിരീക്ഷണ ശേഷി വളർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് അപകട സാധ്യത ഒഴിവാക്കി എന്ത് ചെയ്യുന്നു, അവരെ പുറത്ത് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം നൽകുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ആഴ്ചയിലെ ഹരിശ്രീയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് പുതിയ ഹരിശ്രീയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാണുമ്പം തന്നെ കുറച്ചൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.